കേൾക്കാമോ? കേൾക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രികാലം നിങ്ങളോട് എല്ലാവരോടും ഒപ്പം ഒന്നിയേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവവചനം ഷെയർ ചെയ്യുവാനൊക്കെയും ദൈവമൊരുക്കിയും നല്ല അവസരത്തിനായിട്ട് ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒപ്പം തന്നെ ഇതിന് അവസരം ഒരുക്കി തന്ന ശികാഗോ പ്രേരണയിലെ ദേവദാസിനോട് പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഞങ്ങളുടെ ഒരു ബ്രദറായ റെജിക്കോശി ബ്രദറിനോടും അനേക പ്രവർത്തനങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. ദൈവം എല്ലാം ഹാലയിലെ ഓർക്കുന്ന ദൈവമാണ്, മാനിക്കുന്ന ദൈവമാണ്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ദൈവദാസനും ഈ ലൈനിലുണ്ട്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ തിരക്കുള്ള ദൈവദാസനാണ്, സമയമെടുത്ത് ഈ പ്രയർ ലൈനിൽ കടന്നു വന്നു. എനിക്കറിയാവുന്ന ചിലരൊക്കെ ഈ ലൈനിൽ കാണുന്നുണ്ട്. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാൻ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ മർക്കോസ് എഴുതിയ സുവിശേഷം, മർക്കോസ് ഗോസ്പൽ ഓഫ് മാർക്ക് ചാപ്റ്റർ 16 വേർഡ്സ് 20 വായിക്കുന്ന 16-20. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിക്കുന്നു. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. ഹല്ലേലൂയ ഇംഗ്ലീഷിലൂടെ വായിക്കുന്നു. And they went out and preached everywhere, while the Lord worked with them and confirmed the word by the signs that followed. Hallelujah. ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ നല്ല ദൈവമേ, സ്വർഗസ്ഥ രാജാവേ, അങ്ങയുടെ പൊന്നുകരങ്ങളിൽ ഏടെ ഈ രാത്രികാലം സമർപ്പിക്കുന്ന, കടന്നു വന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്ന അപ്പച്ച, അങ്ങയുടെ വചനത്തിന് കർത്താവെ ശക്തി ഉണ്ടല്ലോ. ആയതിനാൽ ഇന്ന് രാത്രികാലം ഏടെ വചനം ഷെയർ ചെയ്യുമ്പോൾ കർത്താവെ, പലവിധമായ ആവശ്യങ്ങളുടെ മേലായിരിക്കുന്ന മക്കൾ ഈ പ്രയർ ലൈനിലുണ്ട് കർത്താവെ. അവരുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവം കർത്താവെ, അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഇൻസ്റ്റന്റ് ആയിട്ടുള്ള വിടുതലുകളെ കൽപ്പിക്കുമാറാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏകാഗ്രതയോടെ നിങ്ങളെ ഇരുത്തേണം. അടിയുടെ നാവോട് കൂടെ ഇരിക്കണം. ദൈവഹിതമല്ലാത്ത ഒരു വാക്കുപോലും പറയാൻ എടെ അനുവദിക്കല്ലേ. കൃപയുടെ മറവിലടെ നിങ്ങളെ പൊതിയണം. ഈ പ്രയർ ലൈനെ വീണ്ടും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. പൊന്നു യേശുവിൻ തിരുനാമത്തെ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. സ്തോത്രം. ഒരു പ്രാവശ്യം അത് വായിക്കുന്നു. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. ഇതിന്റെ സാഹചര്യം നമുക്ക് നന്നായി അറിയാം. എന്നാലും ഈ വചനത്തിൽ നിന്ന് ഷെയർ ചെയ്യുന്നതുകൊണ്ട് ഞാൻ വളരെ ഷോർട്ടായിട്ട് കടന്നു പോകുന്നു. നമ്മൾ നോക്കുമ്പം മത്തായിയുടെ സുവിശേഷം, മാർക്കോസ്, ലൂക്കോസ്, ഈ 3 സുവിശേഷങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഈ ഗ്രേറ്റ് കമ്മീഷൻ ഇതിലെ ചിലതില് വളരെ വ്യക്തമായിട്ട് മാത്യുവിലെ ലാസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നു. അതിനുശേഷം മർക്കോസിന്റെ സുവിശേഷം വരുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടം. അത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം ഓരോരുത്തരും കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വിശ്വസിച്ചില്ല, അടുത്ത ആളോട് പറഞ്ഞ് വിശ്വസിച്ചില്ല. ആ 9 തൊട്ട് വായിക്കുമ്പോൾ, സമയം എടുത്ത് വായിക്കുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണുന്നുണ്ട്. ലൈക്ക് നമ്മളെ പോലൊക്കെ തന്നെ അവരും പറഞ്ഞപ്പോൾ കർത്താവ് എഴുന്നേറ്റെന്ന് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ലാത്തായിട്ട് കാണുന്നുണ്ട്. അതിനുശേഷം കർത്താവ് അവരെ ശാസിക്കുന്നുണ്ട്. അവർ അവിശ്വാസത്തെ, ഹൃദയകാഠിന്യത്തെയും ശാസിക്കുന്ന, അത് 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു. പിന്നെ അതിന്റെ 15 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങളൂടെ ഞാൻ വായിക്കുന്നു. 16-ന്റെ 15 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങൾ. ഐ വാണ്ടഡ് ടു കണക്ട് ദാറ്റ് വിത്ത് ദി അതർ വേർഡ്. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്ന് കുടിച്ചാൽ അവർക്ക് ഹാനി വരികയില്ല, രോഗിയുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. ഞാൻ ഇതിനകത്തേക്ക് നിൽക്കുന്നില്ല. ബട്ട് ഐ ജസ്റ്റ് വാണ്ടഡ് ടു, ഞാൻ ഈ പറഞ്ഞ ഗ്രേറ്റ് കമ്മീഷന്റെ പാട്ടായിട്ട് ഈ 16-ാം അധ്യായത്തിന് അവസാനം യേശു തന്നെ ശിഷ്യന്മാരോട് പറയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്തുവാ? പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുവേൻ. എന്നിട്ട് ഞാൻ താഴോട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ പറയുന്നത്. അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, രോഗികൾക്ക് സൗഖ്യം വരും, ഇതെല്ലാം പറയുന്നുണ്ട്. അതുപോലെ 20-ലേക്ക് നമ്മൾ 20-ാമത്തെ വാക്യം വായിച്ചത്, അവർ പുറപ്പെട്ടു എല്ലായിടത്തും പ്രസംഗിച്ചു. അവരുടെ കൂടെ കർത്താവ് ഇരുന്നു അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. ഒരു നിമിഷം അവിടെ നിന്ന് തിങ്ക് ചെയ്യാൻ. നമുക്ക് ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്.
കണക്ട് ചെയ്യാൻ പറ്റുന്ന പലതുകൊണ്ട് ഇത് രണ്ടിലെങ്കിലും ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും തമ്മിൽ വ്യത്യാസം. നമ്മൾ ജസ്റ്റ് ഒരു എക്സ്റ്റേണൽ നമ്മളൊരു റെഗുലർ ഒരു സയൻസ് എന്ന് പറയുന്നത് ഫോക്കസിങ് ഓൺ എ പർപ്പസ്. ഈ സയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ റോഡ് സയൻസ്, ഡീറ്റോർ സയൻസ് കാണുന്നുണ്ട്. സോ അത് നമ്മളോട് കാണിക്കുക ആ റോഡ് അല്ല വേറെ വഴിയെ പോകണം എന്ന് കാണിക്കുന്നതാണ് ഈ സയൻസ് എന്ന് പറയുന്നത്. സ്പിരിച്വൽ സയൻസിനെ പറ്റി നോക്കുമ്പോൾ അത് ദാറ്റ് ഈസ് പോയിന്റിങ് ടു എ സ്പിരിച്വൽ ട്രൂത്ത്. സോ അതുപോലെ തന്നെ ദിസ് ഗിവ്സ് അസ് എ ഡിവൈൻ മെസ്സേജ്. സോ ഈ സയൻസ് എന്ന് പറയുന്നതും വണ്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ സമയം എടുത്ത് ചിന്തിക്കുമ്പോഴല്ല, ദെയർ ഈസ് ഡിഫറൻസ് ഉണ്ട് അതിന്. കർത്താവ് നമ്മളിൽ കൂടി ആഗ്രഹിക്കുന്ന, നമ്മൾ വായിച്ചത് 20 കർത്താവ് അവർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കുന്നത്, ഹി ലോർഡ് വർക്ക്ഡ് വിത്ത് ദം and confirm the word by the signs that followed. നമ്മൾ ഒരു സെക്കൻഡ് എടുത്ത് ആ വചനം ഒന്നും കൂടെ ഗ്രഹിക്കുമ്പോഴേ ആ വചനത്തിന്റെ ആ ഒരു മഹത്വം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. സോ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം അറിയിക്കുവാനായിട്ട് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞത് അപ്പൊ എന്തുവാ നമ്മൾ സുവിശേഷം അറിയിക്കുന്ന ജനത്തെ വിശ്വാസത്തിലേക്ക്, കർത്താവിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് പറഞ്ഞു വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ, കർത്താവ് പറഞ്ഞതിൽ അത്ഭുതങ്ങൾ നടക്കുന്നു. കാരണം കർത്താവിന് ഞാനങ്ങ് ചിന്തിക്കുക, ഈ അത്ഭുതങ്ങളുടെ പുറകെ മനുഷ്യരെപ്പോഴും നമുക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ്, ഒരു അമേസ് അതിലൊരു കടന്നു പോകുമ്പോഴല്ലേ നമ്മൾ അതിന്റെ ആ ഒരു റിയൽ മീനിങ്, ആ റിയൽ മെസ്സേജിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. മനുഷ്യന്റെ കുഴപ്പം അത്. മനുഷ്യര് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ജഡീകരായി നമ്മൾ എപ്പോഴും പെട്ടെന്ന് എക്സൈറ്റ്മെന്റ് ആവും. അപ്പൊ അതിനകത്ത് സംഭവിക്കുന്നതാ, കേൾക്കേണ്ട മെസ്സേജ്, കേൾക്കേണ്ട വചനം ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ഈ അത്ഭുതത്തിന്റെ പുറകെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ സർവശക്തന് ഈ ശിഷ്യന്മാരെ പ്രത്യേകമായ ദൗത്യം കൽപ്പിച്ച് അയച്ചപ്പോൾ കർത്താവ് എന്തു ആഗ്രഹിച്ചത്? ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് and they went out and preached everywhere. ഇത് സംഭവിക്കുന്നത് നമുക്ക് പെന്തക്കോസ്ത് നാളിൽ കഴിഞ്ഞ് everywhere while the Lord worked with them, confirmed the word by the signs that followed. സോ ഇത് കാണുന്നത് നമ്മൾ ഈ വചനങ്ങളൊക്കെയും പ്രസംഗിക്കുമ്പോഴേ ഈ വചന ജീവനായിട്ട് പരിണമിക്കാനായിട്ട് ഹല്ലേലൂയ അതിനെ ഫോളോ ചെയ്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അനേക സയൻസിൽ കൂടി നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ ദൈവ മക്കൾക്ക് ഈ 1-ാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ നോക്കുമ്പോഴേ ഓരോ നമ്മൾ പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തികളൊക്കെ വായിക്കുമ്പോഴേ ദൈവത്തിന്റെ പ്രവൃത്തികൾ, ദൈവം അവരോട് കൂടെ ഇരുന്ന്, അവർ തനിയല്ല പ്രവർത്തിച്ചത്, ദൈവം കൂടെ ഇരുന്നത് കൊണ്ട് അടയാളങ്ങളിൽ കൂടി അവർ വചനമാ പ്രസംഗിച്ച്, അവർ അടയാളം കാണിക്കാൻ പോയതല്ല, അവർ അത്ഭുതം ചെയ്യാൻ പോയതല്ല, അവർ വചനം യഥാർത്ഥമായി പ്രസംഗിക്കാൻ പോയപ്പോഴേ അടയാളങ്ങൾ ഓ ഗ്ലോറി ജീസസ് ഹല്ലേലൂയ. അടയാളങ്ങളാലെ ഹല്ലേലൂയ മനുഷ്യരെ ഉറപ്പിക്കൽ നമ്മൾ കാണുന്നു. ഒത്തിരി ശുശ്രൂഷകൾ ഈ കാലഘട്ടത്തിൽ, ഞാൻ ആരെയും കുറ്റം വിധിക്കാനല്ല, ദൈവമക്കളെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. തെറ്റും ശരിയും മനസ്സിലാക്കുവാനായിട്ട് ദൈവം നമുക്ക് വചനം തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കേൾക്കുന്ന വചനം ശ്രദ്ധയോടെ കൈക്കൊണ്ട് ബെരോവയിലെ വിശ്വാസികളെ പോലെ അത് തന്നെയാണോ ഒന്നുകൂടെ നമ്മൾ ഗ്രഹിക്കുവാന് ദൈവം നമ്മളെ ഇടയാക്കി തീർക്കട്ടെ. അങ്ങനെ നമ്മൾ ഈ വചനത്തിനു വേണ്ടി, വചനം ജീവനുള്ളതാ, അതിനുവേണ്ടി നിൽക്കുമ്പോൾ ഹല്ലേലൂയ അടയാളങ്ങൾ സർവശക്തൻ, നമ്മൾ ഇതിനെപ്പറ്റി അവർക്ക് സൗഖ്യം വരുമോ, അല്ലെ എങ്ങനെയായിരിക്കും സൗഖ്യം വരുന്നത്, എന്നായിരിക്കും ഇതൊന്നും നമ്മുടെ വിഷയമല്ല, അത് ദൈവത്തിന്റെ വിഷയമാണ്. അത് നമ്മൾ പറയുന്ന ആ വചനത്തിന്റെ പ്രോമിസസിനെ ക്ലെയിം ചെയ്യുവാന് തക്ക സമയത്ത് ദൈവം അത് അടയാളങ്ങളാക്കി ചെയ്തുകൊള്ളും. അത്ഭുതങ്ങളിലേക്ക് വരാം. അത്ഭുതം അല്ലെങ്കിൽ വണ്ടേഴ്സ് എന്ന് പറയുമ്പോഴും അതിനകത്തും മിറക്കിൾസ് നടക്കുന്നുണ്ട്. എന്നാൽ അത് ഒരിക്കലും നമ്മളെ I'm not telling 100%, most of the time നമുക്ക് കിട്ടേണ്ട ഡിവൈൻ മെസ്സേജിലേക്ക് കൊണ്ടുവരുന്നില്ല. കാരണം ഈ അത്ഭുതത്തിൽ നമുക്കൊരു അനേകം മെഗാ മീറ്റിംഗ്സ് ഒക്കെ പലയിടത്തും നടന്നിരിക്കും. ഞാൻ ആരെയും പേര് വെച്ച് പറയല. വി ജസ്റ്റ് വാണ്ടഡ് ടു തിങ്ക് നമ്മൾ എവിടെയായിരിക്കുന്നു, നമുക്ക് എന്ത് ചേഞ്ച് വേണം, അത് മാത്രമേ ഞാൻ ഇതിൽ കൂടി എനിക്കും നമുക്കെല്ലാവർക്കും അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. സോ ഇങ്ങനെ വലിയ മെഗാ മീറ്റിംഗ്സ് ഒക്കെ നടക്കുന്ന സമയത്ത് ഈ രോഗസൗഖ്യ വരങ്ങളൊക്കെയും ചിലർക്കൊക്കെ രോഗസൗഖ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഞാൻ പറയുന്നില്ല, അതെങ്ങനെയോ ആയിക്കോട്ടെ. പക്ഷെ എന്റെ വിഷയം അതല്ല. ഈ രക്ഷയുടെ സുവിശേഷം പറയാതെ, ഈ സുവിശേഷം എന്തെന്ന് ജനം അറിയാതെ തൽക്കാല അത്ഭുത വിടുതൽ പ്രാപിച്ചേച്ച് അവരങ്ങ് പോകുകയാ. അപ്പൊ അവർ ചിലരുടെ കർത്താവ് പിന്നെ അടുത്തൊരു പ്രയാസം വരുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. കാരണം ദേ ആർ നോട്ട് റൂട്ടഡ്. അവർക്ക് ആ വചനത്തെ പറ്റി, ഈ രക്ഷ എന്തുവാന്ന്, കർത്താവ് എന്തിനാണ് ഈ ഭൂമി വന്നതെന്നൊന്നും നമുക്ക് ഒരു ടീച്ചിങ് കൊടുക്കാത്തത് കൊണ്ട്, ആ
പെട്ടെന്നുണ്ടായ ടെമ്പററി ആയിട്ടുള്ള അവരുടെ പ്രോബ്ലം ഫിക്സ് ചെയ്തതിനാലെ തൽക്കാല സന്തോഷം, ആ ഒരു അത്ഭുതത്തില് ഒരു തൽക്കാല സന്തോഷം ഉണ്ടായി. നമ്മൾ മനുഷ്യരാ, നമ്മൾ ഇന്നും നാളെയും കൊണ്ട് എന്നാ കർത്താവ് വരുന്നവരല്ലേ, നമ്മുടെ ലാസ്റ്റ് മൊമെന്റ് ജീവിതം വരെ നിൽക്കണം. അപ്പൊ പ്രയാസം വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ നമ്മൾ തകർന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് അനേക പ്രത്യേക ദൈവമക്കളുടെ ഇടയിൽ തന്നെ നാം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് നോക്കാം കർത്താവ് ഏത് തരത്തിലെ. ഇപ്പൊ കർത്താവ് നമ്മളെ പറ്റി ആഗ്രഹിച്ചത് ഭൂലോകത്തിലൊക്കെയും പോയി ഈ നല്ല സുവിശേഷം കർത്താവിനെ പറ്റി പറയുവാനായിട്ടാണ് ആഗ്രഹിച്ചത്. അപ്പൊ അതിന്റെ കൂടെ സയൻസ് വിൽ ഫോളോ ടു കൺഫേം ദ വേർഡ് എന്ന് നമ്മൾ പറഞ്ഞു. സോ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയെ നോക്കാം. യേശുക്രിസ്തു ഈ ഭൂമിയിലെ വന്നിട്ട് നമുക്കറിയാം കർത്താവിന്റെ സ്വർഗരാജ്യത്തെ പറ്റി അത് പറയാനായിട്ടാണ് കർത്താവ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ആരൊക്കെ പലരും അത്ഭുതങ്ങൾക്ക് വേണ്ടി വന്നു, വിടുതലിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടിയൊക്കെ വന്നപ്പോഴെല്ലാം അവിടെയെല്ലാം യേശു മുൻപിൽ കാണിച്ചത് സ്വർഗരാജ്യത്തെ പറ്റിയാണ്. സ്വർഗരാജ്യത്തെ കാണിച്ചു കൊടുക്കാനായിട്ട് കർത്താവ് വന്നത് നമ്മൾ വീണ്ടും കാണുന്നു. അതിൽ യേശു ചെയ്ത ഒന്നാമത്തെ അത്ഭുതം എന്നല്ല എഴുതിയിരിക്കുന്നത്, അടയാളം എന്ന് എഴുതിയിരിക്കുന്നത്. ഏതാ? കാനായിലെ കല്യാണത്തിന്. ഞാനത് നമുക്കെല്ലാം അറിയാവുന്നതാ. കാനായിലെ കല്യാണത്തിന് അല്ലെങ്കിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയത്, അല്ലെങ്കിൽ അടയാളങ്ങളുടെ ആരംഭം എന്ന വ്യക്തമായി അതിൽ എഴുതിയിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്തിനു വേണ്ടി അടയാളം ചെയ്തത്? മഹത്വത്തെ വെളിപ്പെടുത്തുവാനായിട്ട്. ഹല്ലേലൂയ. ആ അടയാളം അവിടെ സംഭവിച്ചത്. അതുപോലെ തന്നെ ഹിസ് ഡിവൈൻ പവർ ആൻഡ് ഹിസ് ഗ്ലോറി ഹി റിവീൽഡ് ത്രൂ ദാറ്റ് ഫസ്റ്റ് മിറക്കിൾ. സോ അപ്പൊ നമ്മളെയും, നമുക്കൊരു വ്യത്യാസവും ദൈവം തന്നിട്ട്, നമ്മളും ഈ ശിഷ്യന്മാരെ പോലെ തന്നെ എല്ലാ അധികാരങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മൾ എങ്ങനെ അത് യൂട്ടിലൈസ് ചെയ്യുന്നെന്നുള്ളതാണ് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലെ വിഷയം. നാം എവിടെയായിരിക്കുന്നത് നമുക്ക് തന്നെ ചിന്തിക്കാം. അതിനുശേഷം യേശു ചെയ്ത ഒരു അടയാളം കൂടി, നമ്മൾ ഈ 5000 പേരെ പോഷിപ്പിച്ചത് നമ്മൾ പറഞ്ഞു. 5 അപ്പവും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചെന്ന് പറഞ്ഞു. അതിനകത്ത് നമ്മളെ കർത്താവ് കാണിച്ചത് അവന്റെ സൈനെ ഹി ഈസ് ദ ബ്രെഡ് ഓഫ് ലൈഫ്, ജീവന്റെ അപ്പമാണെന്ന്. അപ്പൊ എവിടെ ചിന്തിച്ചോണം, നമ്മളെ ദൈവം സ്വർഗരാജ്യം കാണിച്ചു കൊടുക്കാനാവുന്ന, അല്ല ഇവിടുത്തെ ആൾക്കാരെ 5000 പേരെ തിന്ന് തൃപ്തരാക്കി അവരുടെ ആ ഒരു പ്ലീസിങ് മേടിക്കാനോ അല്ല യേശു വലിയവനാണെന്ന് അന്നേരത്തേക്ക് പറയാനോ അല്ല കർത്താവ് ആഗ്രഹിച്ചത്. സോ കർത്താവ് അതിൽ കൂടി വീണ്ടും സ്വർഗരാജ്യത്തെ കാണിച്ചു കൊടുക്കുകയാണ്. അല്ല, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ലാസറിന്റെ മരണത്തിൽ നിന്ന് ഉയർപ്പും ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നുവെന്ന് അവിടെയും കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അല്ല, അതിനുശേഷം നമുക്ക് നമ്മുടെ ശിഷ്യന്മാരിലേക്ക് കടന്നു വരാം. ശിഷ്യന്മാരെ നോക്കുമ്പോൾ ശിഷ്യന്മാരോടാണല്ലോ ഈ അവസാനമായിട്ടുള്ള ഈ ഗ്രേറ്റ് കമ്മീഷൻ പറഞ്ഞിട്ട് പോയത്. അവരോട് പറഞ്ഞത് ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവേൻ. അപ്പൊ നമുക്കതിനകത്ത് വരുമ്പം ബുക്ക് ഓഫ് ആക്ട്സിൽ നമ്മൾ കാണുന്നുണ്ട്, വായിക്കുന്നില്ല, നമുക്കെല്ലാം അറിയാം. 2ാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നാം കാണുന്ന പെന്തക്കോസ് നാളിലെ. സോ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ നഗരത്തിൽ തന്നെ, അവരനുസരിച്ചു, അത് നഗരത്തിൽ തന്നെ ശക്തി പ്രാപിക്കുവോളം കാത്തിരിക്കണം. അപ്പൊ അവർക്ക് നന്നായി മനസ്സിലായി. യേശുവിൻ്റെ കൂടെ 3.5 വർഷം നടന്നപ്പോഴെ പലപ്പോഴും പല ഫെയിലിയേഴ്സ് അവരുടെ ജീവിതത്തിലെ പറഞ്ഞത് അതുപോലെ അനുസരിക്കാത്തതുകൊണ്ട്, വിശ്വസിക്കാത്തതുകൊണ്ടൊക്കെയും നമ്മളെ പോലെ അനേക ഫെയിലിയേഴ്സ് അവരുടെ ജീവിതത്തിൽ കടന്നു വന്നു. എന്നാൽ അവർ തീരുമാനിച്ചു, കർത്താവ് അവരന്നേരം എല്ലാം അവർക്ക് വചനത്തിന് വെളിപ്പാട് കർത്താവ് തുറന്നു കൊടുത്തെന്ന് പറയുന്നുണ്ട്. സോ അതിനുശേഷം അവർ തീരുമാനിച്ചു, ഞങ്ങൾ ഇരിക്കുകയാണ്, കർത്താവ് പറഞ്ഞ് ശക്തി പ്രാപിക്കും വരെ ഞങ്ങൾ അവിടെ പാർക്കുകയാണ്. സോ നമുക്ക് ചാപ്റ്റർ 2 കാണുന്നു, 120 പേർ ഒന്നിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ അവിടെ എഗെയിൻ ഇതിനകത്ത് നമ്മൾ വായിച്ചതുപോലെ ഹല്ലേലൂയ കർത്താവ് പറഞ്ഞു, നിങ്ങൾ പുതുഭാഷയിൽ സംസാരിക്കും. ഞാൻ വായിച്ചതിന്റെ 15 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങൾ അതൊരടയാളമായിട്ട് പുതുഭാഷയിൽ സംസാരിക്കുമെന്ന് പറഞ്ഞു. അവര് വിശ്വസിച്ച് ഏറ്റെടുത്തു. ദൈവസന്നിധിയിൽ കാത്തിരുന്നതിനാല് ആ അടയാളങ്ങൾ യേശുവിന്റെ നാമത്തില് അല്ലെങ്കിൽ ഒരാൾക്കോ 2ആൾക്കോ 3ആൾക്കോ അല്ല, അവിടെ കൂടെ ഇരുന്ന മുഴുവൻ പേരിലും അഗ്നിജ്വാല പോലെ ജ്വലിക്കുന്ന അവർക്ക് പ്രത്യക്ഷമായി എല്ലാവരും ദൈവം അവർക്ക് കൊടുത്ത അന്യഭാഷയിൽ സംസാരിക്കുന്നതായിട്ട് നമ്മൾ അതിനകത്ത് 2ാമത്തെ ആക്ട്സ് 2ാമത്തെ അധ്യായത്തില് നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം നമുക്കറിയാം ഈ സാധാരണക്കാരായ ഹല്ലേലൂയ പത്രോസും മീൻപിടുത്തക്കാരായ പത്രോസും യോഹന്നാനും ചാപ്റ്റർ 3 നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നത് സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിന്റെ മുമ്പിലെ ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്ന ഹല്ലേലൂയ അമ്മയുടെ ഉദരം മുതൽ ഓ റബന ബലബര ഹക്കദലംബര ഹത്തുനാദരേ ബബ ഹല്ലേലൂയ ലെയ്മായിരുന്ന പേഴ്സണെ ഇരഗാരഗദേ ഹത്തുനാദരേ ഹല്ലേലൂയ ദൈവമക്കളെ ഹല്ലേലൂയ ആർക്കൊക്കെയോ വേണ്ടി ദൈവം
ദൈവം ചിലത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഈ രാത്രികാലം ഹല്ലേലൂയ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്താല് ഇൻസ്റ്റന്റ് ആയിട്ട് ഹല്ലേലൂയ നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് ആ വണ്ടേഴ്സ് അല്ല വേണ്ടിയത്. വചനത്തെ വചനത്തെ കൺഫേം ചെയ്യുന്ന ആ സയൻസിനാല് ജനം വിടുവിക്കപ്പെടുവാൻ ഇടയായി തീരുടെ യേശുവിന്റെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്നതിനായിട്ട് നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മൾ കാണുന്നുണ്ട് ഹല്ലേലൂയ ആ സുന്ദരം എന്ന ദേവാലയത്തിൽ നിന്നും ആ മനുഷ്യൻ ചാടിയും തുള്ളിയും കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയെന്ന് നമ്മൾ അതിൽ കൂടി കാണുന്നു. എന്നാൽ അതിനുശേഷം നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നത് ഈ പത്രോസിനെ യോഹന്നാനെയും അവര് കാരാഗ്രഹത്തിൽ കൊണ്ടുപോയി. കാരണം അവിടെ ജൂവിഷ് പീപ്പിൾ ഒക്കെ ആയിട്ട് നമുക്കറിയാം, അതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. എന്നാൽ അവിടെ നമ്മൾ കാണുന്നത് ചാപ്റ്റർ 4, അതിന്റെ ആക്ട്സ് ചാപ്റ്റർ 4 1 to 4 വായിക്കുമ്പോൾ ഞാൻ 1 to 4 വായിക്കുന്ന ചാപ്റ്റർ 4 1 to 4. അവർ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോഹിതന്മാരും ദേവാലയത്തിലെ പടനായകരും സദൂക്യരും അവരുടെ നേരെ വന്നു. അവർ ജനത്തെ ഉപദേശിക്കാലും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തെ യേശുവിന്റെ ദൃഷ്ടാന്തത്താൽ അറിയിക്കാലും നീരസപ്പെട്ടു. അവരെ പിടിച്ചു വൈകുന്നേരം ആകൊണ്ട് പിറ്റേന്നാൾ വരെ കാവലാക്കി. എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. പുരുഷന്മാരുടെ എണ്ണത്തോളം തന്നെ 5000-ഓളമായി. ലെറ്റ് മീ കം ബാക്ക് ടു ചാപ്റ്റർ 2. ചാപ്റ്റർ 2 ഹല്ലേലൂയ നമ്മളെ പോലെ, ഞാൻ എപ്പോഴും പത്രോസ് അപ്പോസ്തലനെ എന്നെ പോലെ ഭയങ്കര പേടിയോ, ഞാൻ വളരെ പേടിയുള്ള ഒരാളാ, ദൈവം തരുന്ന ധൈര്യമേ ഉള്ളൂ. സോ ആ പത്രോസ് അപ്പോസ്തലൻ വളരെ പേടിച്ച് ഹല്ലേലൂയ ഒരു സ്ത്രീയുടെ മുമ്പിൽ യേശുവിനെ ത്യജിച്ചു പറഞ്ഞ പത്രോസ് അപ്പോസ്തലനെ ഒറ്റ മെസ്സേജിലെ ഹല്ലേലൂയ അവരാ കിട്ടിയ അന്യഭാഷയും കൊണ്ട് ആ കിട്ടിയ അത്ഭുതം കൊണ്ട് അവിടെ നിന്നില്ല. ഉടൻ തന്നെ എഴുന്നേറ്റ് ദൈവത്തെ, അതാണ് കർത്താവ് പറഞ്ഞ് നിങ്ങൾ പോയി സുവിശേഷം, അവിടെ തുടങ്ങിയത്. ആ ഒരൊറ്റ പ്രസംഗത്തിൽ നമുക്കറിയാം 3000 പേര് 3000 പേര് രക്ഷിക്കപ്പെട്ട് ഹല്ലേലൂയ സഭയോട് ചേരുവാൻ ഇടയായി തീർന്നു. അതിനുശേഷമാണ് ഈ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിന്റെ അവിടെ നടന്ന പ്രശ്നം. അവിടെ കൂടി അവർക്ക് പണിഷ്മെന്റ് കിട്ടി. എന്നാലും വചനത്തിന് ബന്ധനമില്ല. വചനത്തിന് ബന്ധനമില്ലായിരിക്കാൻ നമ്മൾ കണ്ടു. അവര് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടെങ്കിലും 5000 പുരുഷന്മാരോടുകൂടി അവരും ഇതിനകത്ത് ആഡ് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നെന്ന് നമ്മൾ വായിക്കുന്നു. ഹല്ലേലൂയ. സോ ഇങ്ങനെയാണ് ദൈവത്തിന്റെ അത്ഭുതങ്ങളെ അടയാളങ്ങളെ വചനത്തിൽ കൂടി അവർ വേറെ ഒന്നും അവർ പറഞ്ഞില്ല. അവർ എഴുന്നേറ്റ് ദൈവവചനം ശക്തിയോടെ പ്രസ്താവിച്ചപ്പോൾ ഇവരുടെ ഹൃദയത്തിലെ ആ വചനം ആഴമായി പതിയുവാനും അവർ തീരുമാനങ്ങളിലേക്ക് ഇറങ്ങുവാനും ഇടയായി തീർന്നെന്ന് നമ്മൾ അതിൽ കൂടി വായിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അതിനുശേഷം അപ്പോസ്തല പ്രവൃത്തികൾ അതിന്റെ 16-ാം അധ്യായത്തിലെ ഞാൻ വായിക്കുന്നില്ല, 16 തൊട്ട് അതിന്റെ 40 വരെയുള്ള ഒരു ലോങ് ഒരു ഇത് നടക്കുന്നത്. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടക്കാൻ പോയതിനുള്ള റീസണ് ഒരു സ്പിരിറ്റ് ഓഫ് ഡിവിനേഷനുള്ള വെളിച്ചപ്പാടത്തിയ ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് ലാഭമുണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്ത്രീയെ അനേക നാളുകളായിട്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ നോക്കിയാൽ അവർ പറഞ്ഞത്, ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവരെന്നാ പറഞ്ഞത്. നമ്മൾ ഈ കാലഘട്ടത്തിലാണെങ്കിൽ ഞാൻ അറിയത്തെ നമ്മൾ വിചാരിച്ചു നല്ല കാര്യമല്ല, കുറച്ചുകൂടെ പെട്ടെന്നാൽ അവരുദ്ദേശിച്ചത് they want her to be delivered out of that bondage. ആയതിനാല് ഹല്ലേലൂയ അവർക്ക് വേണേ മിണ്ടാതിരിക്കുക. അവർ പറഞ്ഞ അവർ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രന്മാരാന്നാ പറഞ്ഞത്, വേറെ ഒന്നും പറഞ്ഞില്ല. രക്ഷാമാർഗം പറയുന്നവളെന്നാന്നു പറഞ്ഞത്. എന്നാൽ അവളിലുള്ള ബോണ്ടേജിനെ മാറ്റുവാനായിട്ട് ഹല്ലേലൂയ അവരപ്പോൾ തന്നെ പ്രാർത്ഥിച്ച് അവൾക്ക് വിടുതൽ പ്രാപിച്ചു. എന്നാൽ അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്റെ ജയിലേക്ക് നമുക്കറിയാവുന്നതാണ്. എന്നാൽ നമുക്കറിയാവുന്ന അകത്തെ ചങ്ങലയിട്ട് അകത്തെ കാരാഗ്രഹത്തിലിട്ട് പൂട്ടി നടന്നത് എന്തോ അവിടെ അർദ്ധരാത്രിയിലെ ഇരകാന ഹത്തുനാദരി ഭൂകമ്പമുണ്ടായി. റൂബാന ഹത്തുനാദരി. ദൈവമക്കളെ, ആ അടയാളങ്ങളിലേക്ക് നമുക്ക് വീണ്ടും കടന്നു വരാം. ഈ വചനം കണക്ട് ചെയ്ത് ഇത് ജീവിക്കുന്ന വചനം. ഹല്ലേലൂയ. ആ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ
കുലുങ്ങി. ഹല്ലേലൂയ, അവരുടെ ചങ്ങല അഴിഞ്ഞു പോയി. എന്ത് സംഭവിച്ചു? അവർ ഓടിപ്പോയില്ല. കർത്താവ് അതിൽ കൂടി വീണ്ടും വെളിപ്പെടുത്തിയത് കാരാഗ്രഹ പ്രമാണിയും കുടുംബവും ഇരകാന ഹത്തുനാഥരെ കടന്നു വന്ന് ചോദിച്ചു, രക്ഷിക്കപ്പെടുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഹല്ലേലൂയ ആ കുടുംബവും കാരാഗ്രഹ പ്രമാണി കുടുംബവും രക്ഷിക്കപ്പെടുവാനായിട്ട് ഹല്ലേലൂയ ഇടയായി തീർന്നെന്ന് നമുക്ക് അതിനുശേഷം അവരെ വിടുവിച്ചതൊക്കെ നമുക്കറിയാം. എന്നാൽ വാട്ട് ഐ വാണ്ട്, എന്റെ മെസ്സേജ് എനിക്ക് പറയാനുള്ളത് ഹല്ലേലൂയ ദൈവമക്കളെ, നമ്മൾ ഒന്നും ചെയ്യണ്ട. നമ്മൾ ഉള്ളി വചനം പ്രസംഗിച്ചാൽ മതി. ഈ വചനത്തിന്റെ സത്യത്തിൽ നിൽക്കുക, ദൈവവചനം ശക്തിയോടെ പ്രസംഗിക്കുക. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത്, ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സൗഖ്യം. സൗഖ്യം നമ്മളെ കർത്താവ് ഏൽപ്പിച്ചില്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ട് വചനത്തെ ഉറപ്പിക്കാൻ വേണ്ടി അടയാളങ്ങളെ കർത്താവ് ചെയ്യും. സോ നമ്മൾ പൂർണ്ണമായിട്ട് അങ്ങനെ സമർപ്പിച്ച് മുന്നേറുവാണെങ്കിൽ ദൈവത്തിന് നമ്മളെ കൂടി അത്ഭുത കാര്യങ്ങളെ ചെയ്യാൻ കഴിയുമെന്ന് ഹല്ലേലൂയ ഇന്ന് രാത്രി കാലം ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ. നമ്മുടെ അവസ്ഥയിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. നമ്മൾ എങ്ങനെയാണ് കർത്താവിന്റെ ഈ വേല, ഞാൻ എന്നെയും ചേർത്ത ദൈവമക്കളെ, ഞാനും നിങ്ങളെ പോലെ ഒരു വ്യക്തി, നമുക്ക് ജഡത്തിന്റെ എല്ലാ ബലഹീനതകളുമുള്ള ഒരു വ്യക്തിയാണ് ഞാനും. എന്നാൽ എന്ത് നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഇന്ന് രാത്രി കാലം നമുക്കൊന്ന് ചിന്തിക്കാം. ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം നമ്മൾ യോഹന്നാൻ സുവിശേഷത്തിലെ ആദ്യം പറയുന്നത് എന്തുവാ പറഞ്ഞ? ആദിയിലെ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. സോ ഈ വചനത്തിൽ കൂടി മാത്രമേ നമുക്ക് വിടുതലുള്ളൂ. അല്ലാതെ നമ്മൾ കാണുന്ന വിടുതലുകളെല്ലാം താൽക്കാലികം മാത്രമാണ്, ഒരു നാളും നിലനിൽക്കുന്നതല്ല. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ടത് ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മൾ പൂർണ്ണമായിട്ട് മടങ്ങി വരുവാനായിട്ട് ഇടയായി തീരണം. ഹല്ലേലൂയ. ആ യോഹന്നാന്റെ സുവിശേഷം 1:14 പറയുന്നു, ഈ വചനമാണ് ജഡമായി. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന, കാണാതറിയാവുന്ന വാക്യങ്ങളാണ് ഞാൻ പറയുന്നത്. എന്നിരുന്നാൽ ഇന്ന് രാത്രി കാലം നാം ഒന്ന് ചേർന്ന്, ദൈവമക്കളായ നമ്മൾ ഒന്ന് ചേർന്ന് ഷെയർ ചെയ്യുമ്പോൾ എനിക്കും നിങ്ങൾക്കും അത് ആത്മീക വിടുതലിന് തന്നെയല്ല, ഈ വചനത്തിന്റെ കൺഫർമേഷനിൽ കൂടി അനേക അടയാളങ്ങൾ ഹല്ലേലൂയ ദൈവ മക്കൾക്ക് ഹല്ലേലൂയ. എനിക്കൊരു പ്രെയർ ലൈൻ ഉണ്ട്. അപ്പൊ ഞാൻ എല്ലാ ആഴ്ചയിലും പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം ഞാൻ എൻ്റെ പ്രെയർ ലൈനിലെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ചിലപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു തോട്ട് വരും, എന്നും ഒരു റൊട്ടീൻ അങ്ങ് മാറ്റണമല്ലോ, എന്ന് ഞാൻ ഇതിനെ പ്രെയർ ലൈനിലെ കുടുംബങ്ങളെ പറ്റി. പിന്നെ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരും, ഈ പ്രെയർ ലൈനിലെ കുടുംബങ്ങൾക്ക് സമാധാനവും സന്തോഷവും ആരോഗ്യവും ഒക്കെ ഉണ്ടെങ്കിലേ അവർക്ക് വീണ്ടും കടന്നു വന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് കഴിയത്തുള്ളൂ. സോ അത് കാരണം ഞാൻ എപ്പോഴും എൻ്റെ പ്രെയർ ലൈനിൽ എല്ലാ ആഴ്ചയിലും എല്ലാവർക്കും കടന്നു വരാൻ കഴിയത്തില്ല, പക്ഷെ ഞങ്ങൾ എല്ലാവരെയും വഹിച്ച് പ്രാർത്ഥിക്കും. കാരണം അവരെല്ലാവരും ഒന്നിച്ച് ചേർന്നാണ് ഈ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അതിൽ നമ്മൾ പറയും, നമ്മുടെ ഒരു കൈക്കൊരു പ്രയാസം വന്നാൽ നമ്മുടെ ബോഡിയെ അഫക്റ്റ് ചെയ്യും, നമ്മുടെ കാലിനൊരു പ്രയാസം വന്നാൽ, ബോഡിയിലെ ഏത് ഓർഗൻസ് പ്രയാസം വന്നാലും നമ്മുടെ ബോഡി മുഴുവനാണ് സഫർ ചെയ്യുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ശരീരമാണ് ഈ സഭ. അതുകൊണ്ട് നമ്മളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നായിരിക്കാൽ ഈ ദിവസങ്ങളിൽ നമുക്കൊരു വിടുതൽ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ വിടുവിപ്പാനായിട്ട് കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഫ്ലൈറ്റിൽ നമ്മൾ പോകുമ്പോഴേ ഹല്ലേലൂയ എപ്പോഴും നമുക്ക് ഹല്ലേലൂയ ഈ പറയുന്നത് മാസ്കും ഒക്കെ, നമുക്ക് എന്തെങ്കിലും ഒരു ഇമ്മീഡിയറ്റ് എമർജൻസീസ് ഉണ്ടാകുമ്പോൾ അവർ പറയും, ആദ്യം നിങ്ങൾ മാസ്ക് വെയർ ചെയ്തിട്ട് വേണം, നമ്മുടെ കുഞ്ഞ് വളരെ പ്രഷ്യസ് ആണ് നമുക്ക്. പക്ഷെ അവർ പറയും, യു ഹാവ് ടു വെയർ ഇറ്റ് ഫസ്റ്റ്. അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ, നമുക്ക് ശ്വാസം കിട്ടിയില്ല, നമ്മളെങ്ങനെ നമ്മുടെ കുഞ്ഞിനെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും? സോ ആ ഒരു തോട്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും. ഹല്ലേലൂയ ഈ ദിവസങ്ങളിലെ ആത്മീയമായ ഒരു വിടുതൽ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ദൈവവചനത്തിന്റെ ഹല്ലേലൂയ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ നമ്മെ ദൈവം സഹായിക്കട്ടെ. അങ്ങനെ ഒരു വിടുതൽ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചു കഴിഞ്ഞെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് വ്യാപരിപ്പാനായിട്ട് ഇടയായിത്തീരും. ഈ ദിവസങ്ങളിൽ നമുക്ക് അതാണ് വേണ്ടത്. ഞാൻ ഇന്ന് ഓർക്കുന്നത്, പണ്ടൊരു പ്രാവശ്യം റജ് ബ്രദർ ചർച്ചിൽ പ്രസംഗിച്ചപ്പം പറഞ്ഞതാണ്, ഈ വചനം ഹല്ലേലൂയ ലോഗോസ് നമ്മൾ വിളിക്കും ഇതിനെ. ഹല്ലേലൂയ ഈ വചനത്തെ എന്നും ഇങ്ങനെ തന്നെ ഈ ബൈബിളിൽ കൊണ്ട് അടച്ചു വെച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ അതെന്നും അങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ. കുറച്ച് നമുക്ക് കാണാതെ പഠിക്കാൻ കഴിയും, ഒരു പ്രയോജനം ചെയ്യത്തില്ല. എന്നാൽ അത് റേമയായി മാറിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ, അതാണ് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലെ അത് വെളിച്ചമായിട്ട്, ജീവനായിട്ട്, രക്ഷയായിട്ട്, വിടുതലായിട്ട് ഹല്ലേലൂയ വരുവാനായിട്ട് ഇടയായി തീരുന്നത്. ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ, എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നല്ലോ, ദൈവത്തിന്റെ വചനം അത് ജീവനുള്ളതാണ്, അത് ചൈതന്യമുള്ളതാണ്, അത് ഇരുവായത്തിലുള്ള ഏതു വാളിനേക്കാളും അത് മൂർച്ചയുള്ളതാണ്, അത് പ്രാണനെയും ആത്മാവിനെ സന്ധിമഞ്ചകളെ വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതാണ്.
അറിയുന്നതാണ് ഹൃദയത്തിന്റെ ചിന്തകളെയും നിരൂപണങ്ങളെയും ഹാലലി ആരായുന്നതായിരിക്കാല് നമ്മളിത് ചുമ്മാതെ വായിച്ചു വിടുവാനല്ല. ഈ ദൈവത്തിന്റെ വചനം അത് ജീവനുള്ളതാ. നമ്മൾ ജീവൻ എന്ന് പറയുമ്പോൾ അത് ചലിക്കണം, ഇല്ലയോ? അത് ജീവൻ എന്ന് പറയുമ്പോൾ ചലിക്കണം, പ്രവർത്തിക്കുന്നതാ. അതുകൊണ്ട് നമ്മൾ അല്ലെന്നുണ്ടെങ്കിൽ ഇത് ചുമ്മാതെ ഈ ബൈബിൾ കൊണ്ട് കുറെ കാലം നടന്ന് നമുക്കൊരു ക്രിസ്ത്യാനിയാന്നൊക്കെ പറഞ്ഞ് കുറെ നാൾ ജീവിച്ച് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാന്നുള്ളതല്ലാതെ നമുക്കൊന്നും കർത്താവിന് വേണ്ടി ചെയ്യാനായിട്ട് കഴിയത്തില്ല. റിമെമ്പർ, നമ്മളോട് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ശിഷ്യന്മാരോട് പറഞ്ഞിരിക്കുന്നത് പോലെ അല്ലെ, ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുവാൻ, ഈ ഗുഡ് ന്യൂസ്, ഈ രക്ഷയുടെ സുവിശേഷം അറിയിപ്പാൻ ദൈവം നമ്മെ കണ്ടിരിക്കുന്നു. ഓഫ് കോഴ്സ് നമുക്ക് അതെല്ലാവർക്കും ഭൂലോകം മുഴുവനെ പോകാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. അല്ലെങ്കിൽ നമ്മളെ ഓരോരുത്തരെയും ആക്കിയിരിക്കുന്നിടത്ത് വിശ്വസ്തയോടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഈ ചിക്കാഗോയിലെ ദൈവദാസൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൂടി അനേകർ അനുഗ്രഹിക്കപ്പെടുന്നു. റെജിക്കോശി ബ്രദർ സാൻ ആന്റോണിയോ ചെയ്യുന്ന പ്രവർത്തനം കൂടി അനേകർ അനുഗ്രഹിക്കപ്പെടുന്നു. അല്ലെങ്കിൽ ഞങ്ങളുടെ ദൈവദാസനെ ഫോണി ചെയ്യുന്ന പ്രവർത്തനം കൂടി അനേകർ, അങ്ങനെ അനേകർ, എനിക്ക് മറ്റുള്ളവരെ അറിയില്ല, അതുകൊണ്ട് പേരെടുത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. സോ നമ്മളെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലാക്കിയിരിക്കുന്നത് ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാ. മറ്റൊരു അജണ്ടയും ഇതിന് ബിഹൈൻഡിലില്ല. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും പലരുടെയും വിടുതലിന് വേണ്ടി ആഗ്രഹിക്കും, പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവിനൊരു സമയമുണ്ട്. കർത്താവ് അത് നന്നായി ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ വചനത്തിന് വെളിപ്പാട് നമുക്ക് ലഭിച്ചില്ലെങ്കിൽ നമ്മൾ ഹല്ലേലൂയ എന്തു ചെയ്തെന്ന് പറഞ്ഞാലും ഹല്ലേലൂയ നമുക്ക് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ക്ലോസ്നെസ്സിലേക്ക് നമുക്ക് വരുവാൻ കഴിയത്തില്ല. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്, ഞാനൊരു ക്യാൻസർ സർവൈവർ ആണെന്ന്. അല്ലെ, ഞാനത് പറയാനായിട്ട് വന്നതല്ല. അല്ലെ, എന്നിരുന്നാലും എൻ്റെ മനസ്സിൽ ആ തോട്ട് വന്നുകൊണ്ട് ഞാൻ പറയുന്നു. ഞാൻ ഇതുപോലെ ഒരു മാർത്തോമ കുടുംബത്തിൽ ജനിച്ചു വളർന്നതാണ്. അറിഞ്ഞ നാൾ തൊട്ട് വചനമൊക്കെ നന്നായി അറിയാം. കുടുംബ പ്രാർത്ഥനയുണ്ട്. വളരെ ഒരു നല്ലൊരു ഫാമിലിയിൽ വളരുവാൻ, ഒരു ആത്മീക ഫാമിലിയിൽ വളരുവാൻ ഭാഗ്യം ലഭിച്ചു. എന്നാൽ 2006 എനിക്ക് അസുഖത്തിൽ കൂടി കടന്നുപോയത്. ഞാൻ പറയാൻ വന്നത്, ഈ വചനമെല്ലാം ഒത്തിരിയും വാക്യങ്ങൾ എനിക്ക് കാണാതെ അറിയാമായിരുന്നു. സ്റ്റിൽ എനിക്ക് ആ പണ്ട് പഠിച്ച വാക്യങ്ങളാണ് കാണാതെ അറിയുന്നത്. സങ്കീർത്തനങ്ങളൊക്കെ, മുക്കാല് സങ്കീർത്തനങ്ങൾ കാണാതെ അറിയാം. കാരണം ഈ രാവിലെയും വൈകിട്ടൊക്കെയുള്ള കുടുംബ പ്രാർത്ഥനയിലും തനിയെ വായിക്കുമ്പോഴൊക്കെ പഠിച്ചതാ. ഇതെല്ലാം പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ചുമ്മാ പറഞ്ഞു പ്രാർത്ഥിക്കാനൊക്കെ എനിക്ക് അറിയായിരുന്നു. എന്നാൽ ഞാൻ ഈ രോഗത്തിൽ കൂടി കടന്നുപോയ സമയത്ത് ഈ ഒരു വചനവും എന്നെ ഹെൽപ്പ് ചെയ്തില്ല. ഞാൻ ആ സമയത്ത് എൻ്റെ ഒരു ഡിനൈൽ സ്റ്റേജിൽ ഐ തോട്ട് ഐ വിൽ എൻഡ് അപ്പ് ഇൻ ഡിപ്രഷൻ. ബിക്കോസ് എല്ലാ ഹോപ്പും ഞങ്ങളുടെ മുമ്പിലെ അടഞ്ഞു. ഞങ്ങളുടെ ചെറിയ ഇളയ മോന് 2.5 വയസ്സ് പ്രായം മാത്രം. വി ഹാഡ് ഒരു ഹെൽപ്പും ഞങ്ങൾക്കില്ല. കാലിഫോർണിയയിലായിരുന്ന സമയത്ത് എല്ലാ വാതിലുകളും അടഞ്ഞ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു ഭ്രാന്തിയെ പോലായ ഒരു അവസരമുണ്ട്. നൺ ഓഫ് ദ ആ ഒരു വചനം പോലും എന്നെ ധൈര്യപ്പെടുത്തും. എൻ്റെ ഹൃദയത്തിൽ അത് വന്നില്ല. അപ്പൊ പിന്നീട് എനിക്ക് എൻ്റെ ഒരു ബ്രെയിൻ നോളജിൽ ഞാൻ സെറ്റ് ചെയ്ത് ഞാൻ കണ്ട ഒരു ലെവലിൽ ഞാൻ പൊക്കൊണ്ടിരുന്നു. എന്നാൽ ഹല്ലേലൂയ ഒരു ദിവസം ഇതുപോലെ ഞാൻ അനേകർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അനേക ദൈവദാസന്മാര്, ദൈവമക്കള്, അവരുടെ എല്ലാം പ്രാർത്ഥനയാലാണ് ഹല്ലേലൂയ ദൈവഹിതമെങ്കില് ഈ മെയ് മാസം 20 വർഷങ്ങൾക്ക് മുമ്പാണ് എനിക്ക് അസുഖം വന്നത്. എൻ്റെ ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞ് എന്നോട് 3 മാസമേ ജീവിക്കത്തുള്ളൂ, വിത്ത് ട്രീറ്റ്മെന്റ് മേ ബി 6 months ഓർ മാക്സിമം യു വിൽ ലിവ് ഓൺലി ഫോർ 5 years എന്ന് പറഞ്ഞ സ്ഥാനത്ത് 20 വർഷം എൻ്റെ കർത്താവ് എനിക്ക് ഈ ഭൂമിയിൽ തന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറയാൻ വന്നത് അതല്ല. ഹല്ലേലൂയ, എന്നെ ഒന്നും സമാധാനിപ്പിച്ചില്ല. ഞാൻ ഈ വചനം കൊണ്ട് പണ്ട് ഞാൻ ഓർക്കുന്നു, ഈ വചനം എൻ്റെ ബെഡിന്റെ അവിടെ വെച്ചിട്ടാണ് ഞാൻ ഓർക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ബൈബിള്. പക്ഷെ അത് അറിയേണ്ട വണ്ണം ഞാൻ അറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. ഒരു ദിവസം ഞാൻ ദൈവത്തോട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ എൻ്റെ വിചാരം ഞാനൊരു പെർഫെക്റ്റ് ക്രിസ്ത്യനാ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്തുകൊണ്ട് എനിക്ക് ഈ രോഗം വന്നത്? ഞാൻ ഇങ്ങനെ കർത്താവിനോട് ഇങ്ങനെ ഒരു ദിവസം രാത്രിയില് ഉറക്കമില്ല, ഒരു 2 മണിയൊക്കെ ചോദിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഞാനൊരു ശബ്ദം കേൾക്കുകയാണ്, എൻ്റെ കൃപ നിനക്ക് മതി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ചോദിക്കുന്നെങ്കിലും ചുമ്മാ എന്നും പ്രാർത്ഥിക്കുന്നു അല്ലാണ്ടൊക്കെ അങ്ങ് പറയുകയും കരയുകയും ദൈവത്തെ ബ്ലെയിം ചെയ്താണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. സോ ആ സമയത്ത് ഞാൻ ഒന്ന് പേടിച്ചു. രാത്രിയില എല്ലാവരും ഉറങ്ങുക, പേടിച്ചിട്ട് എനിക്ക് ഈ പിശാചിനെയൊക്കെ വലിയ പേടിയ സമയത്ത്. അപ്പം മരിക്കുമെന്നുള്ള മനസ്സിലെ ഭാരവും കീമോയും ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പൊ ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുക, കർത്താവേ നീ എന്നോട് സംസാരിക്കണമേ, ഞാൻ എന്തുകൊണ്ടാണ് ഇതിൽ കൂടി കടന്നു പോകുന്നത്? ഐ എം ഹിയറിംഗ് ദാറ്റ് സൗണ്ട് അഗെയിൻ, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. രണ്ടാമത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു പോയി. ബൈബിൾ എൻ്റെ മുമ്പിലുണ്ട്. ഞാൻ പെട്ടെന്ന് പേടിച്ചിട്ട്, അപ്പൊ ഞാൻ ഈ പിശാചിന് രക്ഷപ്പെടാനാ പേടിച്ച് ബൈബിൾ തുറന്നപ്പോഴേ 2 കൊരിന്ത്യൻസിലെ ഞാൻ എന്നോ അണ്ടർലൈൻ ചെയ്തിട്ടിരിക്കുന്ന എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഹല്ലേലൂയ. ആ വചനം എൻ്റെ ജീവിതത്തിൽ അടയാളമായിട്ടാണ് വന്നത്.
ഹാലലി ആ നിമിഷം മുതൽ എൻ്റെ ദൈവം എൻ്റെ രോഗം കംപ്ലീറ്റ് മാറിപ്പോയില്ല. നേരം ഞാൻ ഒത്തിരിയും കഷ്ടങ്ങളിൽ കൂടി വീണ്ടും കടന്നുപോയി, പല സർജറീസ് കൂടി അത് കഴിഞ്ഞ് കടന്നുപോയി. പക്ഷെ ഞാൻ വ്യത്യസ്തയായിരുന്നു അതിന് ശേഷം. കാരണം എന്നെ ആ വചനം ധൈര്യപ്പെടുത്തുവാനായിട്ട് തുടങ്ങി. ഹാലലി എൻ്റെ കർത്താവിൻ്റെ ഗ്രേസ് എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഹാലലി എല്ലാത്തിനെയും കടക്കുവാൻ ആ ഗ്രേസ് എനിക്ക് മതിയായതാണെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. ഈ വചനം ജീവിക്കുന്നതെന്ന് പറയുന്നതിനകത്ത് അർത്ഥമുണ്ടെന്ന് അന്ന് എനിക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിഞ്ഞു. ദൈവമക്കളെ, അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, എന്ത് വിഷയമായിരുന്നാലും നാം ആ വിഷയത്തെ ഓർത്ത് വ്യാകുലപ്പെട്ട് മുന്നോട്ട് പോയാലേ നമ്മുടെ മനസ്സ് ഡൗൺ ആകുക. അല്ലാതെ ശത്രുവിന് അതാണ് നമ്മളെ പറ്റിയുള്ള ഇഷ്ടവും എന്നും നമ്മുടെ മനസ്സിനെ ഡൗൺ ആക്കിക്കൊണ്ട് നമ്മൾ എത്തേണ്ടടുത്ത് എത്താതെ എങ്ങനെയൊക്കെ നമ്മുടെ ഈ ഒരു ലൈഫ് തീർക്കണമെന്നാണ് ശത്രു നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവ കരങ്ങളിൽ കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേലെ, അല്ലെങ്കിൽ വചനത്തിൽ പറഞ്ഞത് അതിന്റെ ആ വാക്യം ഒന്നുകൂടെ ഞാൻ വായിക്കുന്നു. അല്ലെങ്കിൽ മർക്കോസിന്റെ സുവിശേഷം അതിന്റെ ലാസ്റ്റ് നിർത്തുകയാണ്. അവർ പുറപ്പെട്ട് 20 നമ്മളെ അവിടോട്ടിടുക. അവർ പുറപ്പെട്ട് നമ്മൾ ഓരോരുത്തരും ഹല്ലേലൂയ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. നമുക്ക് വേറൊരു വഴി ദൈവം നമുക്ക് തന്നതാ. അത് നമ്മളെ ഈ സാൽവേഷനിലേക്ക് കൊണ്ടുവന്നപ്പോൾ ദാറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ടു പ്രീച്ച് അവർ മാസ്റ്റർ ടു അതേഴ്സ്. സോ നമ്മുടെ പേര് അവിടെ ഇട്ട് പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. അപ്പൊ കർത്താവ് അവിടെ ചെല്ലും ചോദിക്കും, എന്താ എല്ലായിടത്തും മാന്യം ചോദിക്കത്തില്ല, എവിടെയൊക്കെ ആക്കിയിരിക്കുന്നു തന്ന താലന്തിന് വിശ്വസ്തരായിരിക്കുക. പ്രസംഗിച്ചു, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു. സോ ദ ബിഗ് തിങ് ഈസ് ഓക്കെ, while the Lord worked with them, that is the big thing. The Lord worked with them and confirmed the word by the signs that followed. So എപ്പോഴൊക്കെ എന്നൊക്കെ ആർക്ക് വിടുതൽ എങ്ങനെ വേണമെന്ന് നമ്മൾ ഭാരപ്പെടേണ്ട. He knows it very well. The thing is he has to work with them. We are not going to work alone. അതെങ്ങും എത്തത്തില്ല, ഒരു ഫലത്തിലേക്ക് എത്തത്തില്ല. നമ്മൾ അതുകൊണ്ട് വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം സഹായിക്കട്ടെ. 2 മിനിറ്റ് കൂടുതൽ എടുത്താൽ ദൈവദാസൻ എന്നോട് ക്ഷമിക്കണം. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ അവസരം ഒരുക്കി തന്ന അനീഷ് പാസ്റ്ററോട് ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. സിസ്റ്റർ, ഏതാനും മിനിറ്റുകൾ കൂടി എടുത്താലും കുഴപ്പമൊന്നുമില്ല. വളരെ ശക്തമായിട്ടുള്ള ദൈവവചനവും സാക്ഷ്യവുമാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഞാൻ 1-2 വാചകങ്ങൾ കൂടെ പറഞ്ഞതിന് ശേഷം പാസ്റ്റർ നെൽസൺ പി ജോൺ പ്രാർത്ഥിച്ച് കുര്യൻ പാസ്റ്റർ ആൻഡമാൻസ് ആശീർവാദം പറഞ്ഞ് നമ്മൾ ഈ മീറ്റിംഗ് ഇവിടെ പൂർണ്ണമാക്കുന്നതാണ്. പ്രിയമുള്ളവരെ, വളരെ ശക്തമായിട്ടുള്ള നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന ദൈവവചനവും സാക്ഷ്യവുമാണല്ലോ നമ്മൾ കേട്ടത്. കർത്താവ് പറയാണ്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പറയുക. അതാണ് ഗ്രേറ്റ് കമ്മീഷൻ. സകല സൃഷ്ടിയോടും സുവിശേഷം പറയുക. എന്നിട്ട് എന്താ പറഞ്ഞത്? വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടും. നിങ്ങൾക്ക് പറയാനുള്ള, നിങ്ങൾ ആരെയും രക്ഷിക്കപ്പെടുത്തുകയോ അല്ലെങ്കിൽ അതിശയങ്ങൾ കാണിച്ച് അത്ഭുതപ്പെടുത്തുകയോ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ ജസ്റ്റ് സകല സൃഷ്ടിയോട് സുവിശേഷം പറയുക. പരിശുദ്ധാത്മാവാണ് അവിടെ പ്രവർത്തിക്കുന്നത്. വിശ്വസിക്കുന്നവർ രക്ഷിക്കപ്പെടും. പിന്നീട് എന്താണ്? വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കും. ഈ പുതിയ ആളുകൾ വിശ്വസിക്കുന്നവർ, അവരിൽ കൂടെ തന്നെ വലിയ വലിയ അടയാളങ്ങൾ നടക്കും എന്നാണല്ലോ കേട്ടത്. നമ്മൾ കേട്ടു അത്ഭുതങ്ങളും അടയാളങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഇന്ന് അത്ഭുത പ്രവർത്തികൾ കാണാൻ നമ്മൾ കർത്താവ് ചെയ്ത എല്ലാ കാര്യങ്ങളെയും സൂപ്പർ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ അത്ഭുത പ്രവർത്തികളെന്നാണ് പറയുന്നത്. എന്നാൽ അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു മാന്ത്രികനുമായിട്ടൊന്നും അല്ല കർത്താവ് വന്നത്. അത് അടയാളങ്ങളാണ്. സുവിശേഷങ്ങളിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കാനാവിലെ കല്യാണത്തിന് ചെയ്ത അത് അടയാളമായിട്ട് ഇത് എന്തിൻ്റെ അത്ഭുതം എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഒരു പൂർണ്ണമായൊരു പ്രവൃത്തിയാണ്, ഒരു അത്ഭുത പ്രവൃത്തി. അത് ഒരു അത്ഭുതം നടന്നു, അത്രയേ ഉള്ളൂ, അതിൻ്റെ ബാക്കിയൊന്നുമില്ല. അടയാളം എന്ന് പറഞ്ഞാൽ അത് എന്തിനെയോ കുറിക്കുന്നതാണ്. ഇറ്റ് സിംബലൈസസ് സംതിങ്. വേറെ എന്തിൻ്റെയോ ഒരു പ്രതീകമായിട്ടാണ് അടയാളങ്ങൾ നമ്മൾ കാണുന്നത്. എന്തിൻ്റെ അടയാളമായിട്ടാണ് കർത്താവ് എല്ലാം ചെയ്തത്? വരുവാനുള്ള ദൈവരാജ്യത്തിൻ്റെ അടയാളം. അതുകൊണ്ട് നമുക്കറിയാം, ചില ആളുകൾ സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് പോയി ഒരു വലിയ ഒരു കൺവെൻഷനോ എവിടെയെങ്കിലും പോയി അങ്ങ് സൗഖ്യം കിട്ടി, അല്ല ഉപവാസ പ്രാർത്ഥന സൗഖ്യം കിട്ടി. നമ്മളിത് കേട്ടിട്ടുണ്ട്. സൗഖ്യം കിട്ടിക്കഴിഞ്ഞിട്ട് അവർ പണ്ട് പൊയ്ക്കൊണ്ടിരുന്ന ചർച്ചിലോ അല്ലെങ്കിൽ അവരുടെ അമ്പലത്തിലോ പിന്നെയും പോകും. സൗഖ്യകാലം കിട്ടിക്കഴിഞ്ഞല്ലോ. അതൊരത്ഭുതം അനുഭവിക്കാനായിട്ട് വന്നവരാണ്. എന്നാൽ അതുകൊണ്ട് പ്രയോജനമില്ല. അതവർക്ക് കിട്ടിയെന്ന് വരും, ചിലപ്പം കിട്ടിയതുപോലെ പോയെന്ന് വരും. എന്നാൽ ആ ദൈവരാജ്യം അവരുടെ ഹൃദയങ്ങളിൽ, അവരുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് അത് യഥാർത്ഥമായിട്ടുള്ളൊരു സൗഖ്യമായിട്ട് ആയിത്തീരുന്നത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഈ സുവിശേഷം നമ്മളെല്ലാവരോടും പറയാന്നുള്ളത്. നമുക്കറിയാം, വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു. അങ്ങനെയാണ് ആ വചനം വിദൂരതയിൽ സ്വർഗത്തിലിരിക്കുകയാണെങ്കിൽ നമ്മളത് അറിയുന്നില്ല. എന്നാൽ ആ വചനം ജഡമായിട്ട് നമ്മിലെ ഒരുത്തനെ പോലെ, ഒരു മനുഷ്യനായിട്ട് നമ്മുടെ മധ്യത്തിൽ വന്ന്
ആ കർത്താവ് ആ ജഡമായി തീർന്നപ്പോഴാണ് അതിൻ്റെ ശക്തി നമുക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് കഴിച്ചു. അതുകൊണ്ട് സുവിശേഷം നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ മനസ്സിലും ബൈബിളിലും മാത്രം ഇരിക്കാതെ നമ്മുടെ ജീവിതത്തിലൂടെ ഈ സുവിശേഷം ലോകത്തിൽ പരക്കുന്നതിന് വേണ്ടി, ആ സുവിശേഷത്തിൻ്റെ ശക്തി ലോകം അറിയുന്നതിന് വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ ദാസി വളരെ ശക്തിയോടുകൂടെ സംസാരിച്ചല്ലോ. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ ഈ സുവിശേഷം നമുക്കറിയാം, സുവിശേഷത്തിനൊക്കെ വളരെ തടസ്സങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ആർക്കും തടയാൻ കഴിയാത്ത നമ്മുടെ ജീവിതത്തിലൂടെ ഈ സുവിശേഷം ആളുകൾ കാണുമ്പോൾ ആർക്കും അതിനെ തടയാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ സാക്ഷികളായിട്ട് ആ ഗ്രേറ്റ് കമ്മീഷൻ എന്നും അത് ജീവിക്കുന്നവരായിട്ട് നമുക്ക് ആയിത്തീരാൻ കർത്താവ് നമ്മളെല്ലാവരെയും അതിനായി സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസി വളരെ നമ്മൾ കേട്ടല്ലോ, പ്രിയമുള്ളവരെ, ക്യാൻസറായിട്ട് എത്രയോ അതികഠിനമായിട്ടുള്ള ഒരു രോഗമാണ്. ആ രോഗത്തിൽ കൂടെ പോയവർക്കറിയാം അത് നാം അല്ലാതായി തീരുന്ന ഒരു രോഗമാണ്. എന്നാൽ അതിനെയൊക്കെ അതിജീവിപ്പാനുള്ള ആ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി, ആ സുവിശേഷത്തിൻ്റെ അത്യന്ത ശക്തി കർത്താവ് ആ സഹോദരിയുടെ മേൽ പകർന്ന് ഇന്ന് നമ്മുടെ മധ്യത്തിൽ സാക്ഷിയൊക്കെ പറയുന്നതിന് ഇടയായല്ലോ. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ കുടുംബമായിട്ട് കർത്താവിൻ്റെ കരങ്ങളിൽ ധാരാളമായിട്ട് ഉപയോഗിക്കട്ടെ, അനേകരെ കർത്താവിലേക്ക് നയിക്കുന്നതിന് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ ഷിക്കാഗോ പ്രയർ ലൈനിൻ്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു.